ഹലോ ഫ്രണ്ട്സ്, ഞങ്ങൾ വീണ്ടും എത്തിയിരിക്കുകയാണ്. അതെ, ഞങ്ങൾ വീണ്ടും മറ്റൊരു റിവ്യൂവിന് വന്നിരിക്കുകയാണ്. ഏതിന്റെ? ഏതാ പറ നമ്മള് ഓഫീസർ ഓൺ ഡ്യൂട്ടി. അതെ, ഓഫീസർ ഓൺ ഡ്യൂട്ടി. ലേറ്റസ്റ്റ് ഫിലിം. അതെ, കുഞ്ചാക്കോന്റെ ഏറ്റവും പുതിയ പടം ഓഫീസർ ഓൺ ഡ്യൂട്ടി ഞങ്ങൾ ഇന്നലെയാണ് കണ്ടത്. അപ്പോ കൊള്ളാം, ഒറ്റ വാക്കി പറഞ്ഞ അടിപൊളി പടം. എന്ന് വെച്ച് കഴിഞ്ഞാല് നോർമലി നമ്മൾ കുഞ്ചാക്കോനെ കാണുന്ന ആ ഒരു രീതിക്കല്ല ഇത് കാണുന്നത്. വളരെ റൂത്ത്ലെസ് ആയ, വളരെ റൂഡായ, ഒട്ടും എക്സ്പെക്ട് ചെയ്യാത്തൊരു എന്താ പറയാ ഒരു അതെ സിഗ്മ പോലീസുകാരനാണ് നമ്മൾ കാണുന്നത്. കുഞ്ചാക്കോനെ ഒട്ടും എക്സ്പെക്ട് ചെയ്തല്ല. ഇങ്ങനെ സിഗ്മ അല്ല ഞാൻ ഉദ്ദേശിച്ചത്, കുറച്ച് തന്നെ പവറേഷ് അങ്ങനെ പവറേഷ് ആയ പോലീസുകാരാണ് നമ്മള് കുഞ്ചാക്കോനെ ഓഫർ ചെയ്യുന്നത്. മെമ്മറീസിലൊക്കെ പൃഥ്വിരാജിനെ പോലുള്ളൊരു. അതെ അതെ അതെ, ഒരിക്കലും ഞാൻ എക്സ്പെക്ട് ചെയ്തില്ലായിരുന്നു ഇങ്ങനെ ഇത്ര കർക്കശക്കാരനായ ഒരു റൂഡ് ആക്ടറാണ് പുള്ളിക്കാരൻ ചെയ്യുന്നത്. സെയിം എക്സ്പ്രഷൻ അല്ലേ? അതെ അതെ, സ്റ്റാർട്ടിങ് തൊട്ട് എൻഡ് വരെ ആ ഒരു എക്സ്പ്രഷൻ, ആ ഒരു റൂഡ്നെസ് അതെ ആ ഒരു റൂഡ്നെസ് മെയിൻറ്റെയിൻ ചെയ്തത്. അതാണ് ഇതിന്റെ ഒരു ഇത്. അപ്പം ബേസിക്കലി ഇതൊരു ക്രൈം സ്റ്റോറിയാണ്, ക്രൈം ത്രില്ലർ എന്ന് പറയാം. അപ്പം സ്റ്റാർട്ട് ടു എൻഡ് നമ്മൾ കംപ്ലീറ്റ്ലി ഈ ഒരു ഫിലിം എൻഗേജ്ഡ് ആയിരിക്കും. അപ്പൊ ഇതില് ആവശ്യമില്ലാതായിട്ട് ഒരു സാധനവും അവര് പുറത്തുനിന്നിട്ട് കൊണ്ടുവന്നിട്ടില്ല. ഇതിൽ ഓരോ സീനും ഈ സിനിമയ്ക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ. നമ്മൾ ചില സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പോ ഇടയ്ക്ക് വെച്ച് ഇങ്ങനെ ശ്രദ്ധിക്കാതെ നമ്മൾ പോകും. ചിലപ്പോ ലാഗ് വരുമ്പോഴോ അല്ലെങ്കിൽ ഒരു സീൻ ഇപ്പൊ പ്രത്യേകിച്ച് നമ്മൾ മനസ്സിലാവും. പക്ഷെ ഇതിന് നമുക്ക് അതിനൊരു ടൈം നമ്മൾ എൻഗേജ്ഡ് ആയിട്ട് നമ്മളിങ്ങനെ മുഴുവനായി ഇരുന്നാ കണ്ടോണ്ടിരിക്കും. അതിന് പ്രധാനമായിട്ടുള്ള കേസ് എന്ന് വെച്ച് കഴിഞ്ഞാല് ഈ പടത്തിൽ ഇൻവോൾവ് ആയിരിക്കുന്ന ഓരോരുത്തരും പഴയ നല്ല പടങ്ങള് നമ്മൾ കണ്ടിഷ്ടപ്പെട്ട നല്ല അടിപൊളിയുള്ള പടങ്ങൾ ചെയ്ത ആൾക്കാരാണ്. നല്ല എക്സ്പീരിയൻസ് ആയിട്ടുള്ള ആ ഒരു ക്വാളിറ്റി ഇതിന്റെ ഔട്ട്പുട്ടിൽ നല്ല രീതിക്ക് കാണാറുണ്ട്. ഡയറക്ടർ നമ്മുടെ ജിത്തു അഷ്റഫ്, റൈറ്റർ ഷാഹി കബീർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ജോസഫ് ഒക്കെ എഴുതിയ പുള്ളിയാണ്. പിന്നെ DOP റോബി രാജ്, പുള്ളിക്കാരനാണ് നമ്മുടെ കണ്ണൂർ സ്കൂൾ ഡയറക്ട് ചെയ്തത്. പിന്നെ അത് ജെയ്ക്സ്. ഈ ഒരു പടത്തില് നമ്മൾ ആ ഒരു പടത്തിലേക്ക് ഓൾറെഡി നമ്മൾ ഇമോഷണലി കണക്റ്റഡ് ആയിരിക്കും. അതിന്റെ കൂടെ മ്യൂസിക്കുകൾ വരുമ്പോഴത്തേക്ക് നമ്മൾ കംപ്ലീറ്റ്ലി ഇതില് നല്ല രീതിക്ക് ഇൻവോൾവ് ആവും, നല്ല രീതിക്ക് കണക്ഷൻ വരും. അതാണ് ഇതിന്റെ ഒരു ആ മ്യൂസിക്കിന്റെ പവർ തന്നെ. ഭയങ്കരമായിട്ട് ഇമോഷണലി നമുക്ക്. പിന്നെ എഡിറ്റിംഗ് ചമ്മൻചാക്കോ പറയേണ്ട കേസില്ല, നൈസ് ആൻഡ് വെടിപ്പായിട്ട് പുള്ളിക്കാരൻ ഇതില് ചെയ്തു വെച്ചിട്ടുണ്ട്. പിന്നെ ഇതില് പിന്നെ പറയണ്ട കുഞ്ചാക്കോ ബോബൻ നമ്മൾ പറഞ്ഞല്ലോ. കുഞ്ചാക്കോ ബോബൻ പറയുമ്പോൾ അതിനോടൊപ്പം പറയേണ്ടതാണ് വില്ലന്മാരെ ശരിക്കും പറയാനുള്ള വിത്തുകാട്ടോട്ട് ഉറക്കാൻ. വില്ലന്മാര് പറയുമ്പോഴത്തേക്ക് 3 വില്ലന്മാരും 2 വില്ലത്തികളും അങ്ങനെ പറയാനുള്ളത്. അതെ അതെ അതെ, എല്ലാം ഒരേപോലെ നല്ല നല്ല വെട്ടിപ്പായിട്ട് ചെയ്തിട്ടുണ്ട്. കാര്യം നമുക്ക് അവസാനം ആകുമ്പോഴത്തേക്ക് അവരെ ബേസിൽ നമുക്ക് പ്രൊഡിക്ട് ചെയ്യാൻ ഈ ഒരു ക്രൈം സ്റ്റോറി ആകുമ്പോഴത്തേക്ക് ലാസ്റ്റ് എന്താവുന്ന രീതിക്കുള്ളത്. അപ്പൊ ആ ഒരു രീതിക്ക് സാറ്റിസ്ഫാക്ഷൻ തരുന്ന രീതിക്ക് തന്നെയാണ് ഇതിന്റെ ക്ലൈമാക്സും ഇതിന്റെ കാര്യങ്ങളും ചെയ്തിരിക്കുന്നത്. ഇവന്മാരെ ഇങ്ങോട്ട് കാണുമ്പോഴത്തേക്ക് മോദിക്ക് സ്പോട്ടിൽ പൊട്ടിക്കണമെന്ന് തോന്നുന്നു. അതെ അതെ അതെ, അത് അവരുടെ പെർഫോമൻസും മേക്കിങ്ങും കാര്യങ്ങളും എല്ലാം നല്ല അടിപൊളിയായിട്ട് വന്നതാണ് നമ്മൾ ആ ഒരു രീതിയിലേക്ക് ഇമോഷണലി കണക്ട് ആയിട്ട് വരുന്നത്. അപ്പൊ അത് ഈ ഒരു ഫിലിം എന്ന രീതിക്ക് അവർ 100% ഡെലിവറി ചെയ്തിട്ടുണ്ട്. 100% നമ്മൾ ആ ഒരു ഓഡിയൻസിന്റെ രീതിക്ക് ഇതിലേക്ക് നല്ല ഇൻവോൾവ് ആവുന്നുണ്ട്. അതുകൊണ്ടാണ് നമുക്ക് ഇങ്ങനെയൊക്കെ പറയാനോ അല്ലെങ്കിൽ ചിന്തിക്കാനോ പറ്റുന്നത്. ശരിക്കും എനിക്ക് വേറൊരു സിനിമ കണ്ടിട്ടും ഇത്ര അങ്ങോട്ട് വില്ലന്മാരോട് ദേഷ്യം തോന്നിയിട്ടില്ല. ഇതങ്ങോട്ട് ഞാനൊക്കെ ലാസ്റ്റ് ഒക്കെ ആകുമ്പോഴത്തേക്ക് സീറ്റിൽ അങ്ങോട്ട് എഴുന്നേറ്റ് ഇങ്ങനെ ഇരിക്കുക. കറക്റ്റ് അങ്ങനെയായിരുന്നു. ഓരോ സീൻ വരുമ്പോഴും അത് പോരാ, അവനെ എവിടെ വെച്ച് കൊന്നിട്ട് പോയാൽ. അതെ അതെ അതെ, അപ്പൊ അങ്ങനെയാണ് മൊത്തത്തിലുള്ള ഓവറോൾ പടം. എന്തായാലും നിങ്ങൾ തിയേറ്ററിൽ എക്സ്പീരിയൻസ് ചെയ്യാൻ നല്ല അടിപൊളി പടമാണ്. കാണുക കണ്ട് നിങ്ങളുടെ അഭിപ്രായം പറയാം. എനിവേ നമുക്ക് ഇഷ്ടപ്പെട്ടു, നിങ്ങൾ കാണും, നിങ്ങൾക്ക് പെട്ടേക്കാൻ നല്ല മിക്കവാറും പെടും. ഇഷ്ടപ്പെടാതെ ആരും ഉണ്ടാവില്ല, സാധ്യത കുറവാണ്. ബട്ട് ദിസ് ഇസ് പേഴ്സണൽ റിവ്യൂ. തെറ്റുകുറ്റങ്ങളൊന്നും കണ്ടുപിടിക്കാനില്ല, നമ്മളെ നോക്കിയിട്ടൊന്നും കണ്ടുപിടിച്ചില്ല. നമ്മളത്ര കണ്ടുപിടിക്കാനായിട്ടൊന്നുമില്ല. നമ്മൾ നോർമൽ ഓഡിയൻസ് സാധാരണ നെഗറ്റീവ് തോന്നിയത് നല്ല സ്റ്റോറി നല്ല രീതിക്ക് എക്സിക്യൂട്ട് ചെയ്തിട്ടുണ്ട്. നല്ല ലൈറ്റിംഗ്, നല്ല സൗണ്ട്, നല്ല പെർഫോമൻസസ്, എവറിത്തിങ് വാസ് വെരി ഗുഡ്. ആൻഡ് ദാറ്റ്സ് എ റിവ്യൂ. താങ്ക് യു.